എൻ്റെ അലോവേര ചെടിയൊക്കെ ഇതുപോലത്തെ ചട്ടിയിലാണ് നട്ടു വെക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ചട്ടിയാണ്, 12 ഇഞ്ചിൻ്റെ ഒക്കെ വലിയ ചട്ടിയാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ ചട്ടിയിലൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ തൈകളൊക്കെ ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെ വലിയ അലോവേര പന പോലത്തെ അലോവേര ചെടിയൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒടിഞ്ഞു നിൽക്കൂലേ. അപ്പോൾ കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. കണ്ടോ, എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ട കമത്തി വെച്ച് കൊടുത്തു അടിവശത്ത്. അപ്പം തന്നെ നമുക്ക് ഒരുപാട് മണ്ണ് ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കരിയേല ഇട്ട് കൊടുത്തു. അപ്പോൾ വീണ്ടും നമ്മുടെ മണ്ണിൻ്റെ അളവ് കുറയുന്നുണ്ട്. എന്നിട്ട് സാധാ മണ്ണിട്ടിട്ട് കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ അലോവേര ചെടി നട്ട് വെച്ചിട്ടുള്ളത്. എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നും നമുക്ക് സിമ്പിളായിട്ടൊരു അലോവേര ചെടി നടാം കേട്ടോ. അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ട് ഇതിൽ ഞാൻ ആദ്യം ഒന്ന് നട്ടത് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഹോള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അലോവേര ചെടിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് വേര് ചീഞ്ഞു പോവുക, ചെടി ഉണങ്ങി പോവുക, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അപ്പൊ അത് വരാതിരിക്കാൻ നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു പോട്ട് മിക്സ് കൊടുക്കും ചെയ്യാം. പിന്നെ അടിവശത്തെ ആ ഹോള് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. അപ്പൊ കരിയില നല്ല ഉണങ്ങി മുരിമുരിയായി കിടക്കുന്ന കരിയിലയാണ്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അപ്പം അത് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ കരിയില നന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാനിതാ ഈ ഒരു പോട്ട് മിക്സ് ഇതിലേക്ക്, ഇത് പറഞ്ഞാൽ ഒന്നുമല്ല കേട്ടോ, സാധാ മണ്ണാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മുന്നേ കിണർ പണിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിണർ കുത്തിയ സമയത്ത് എടുത്ത മണ്ണാണ് കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ കണ്ടോ, ഇതിലൊന്നുമില്ല, പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള മണ്ണ്. അപ്പം ഇങ്ങനത്തെ മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നട്ടാൽ വളരുമോ, പ്രത്യേകിച്ച് അതിന് വേണ്ട ചെടി വളരാനുള്ള ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അലോവേര ചെടി മാത്രമല്ല കേട്ടോ, വീട്ടിൽ ഏത് ചെടിയാണെങ്കിലും ഇങ്ങനെ നട്ട് വെക്കാം. ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് മുട്ടേൻ്റെ തോടാണ്. അപ്പോൾ മുട്ടത്തോട് നമുക്ക് അറിയുന്നതാണ് നന്നായിട്ട് കാൽസ്യം. നമ്മുടെ ചെടികൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് കാൽസ്യം കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഉഷാറായിട്ട് മുരടിപ്പും വിളർച്ചയൊക്കെ മാറി നല്ലതുപോലെ വളരാൻ സഹായിക്കുമല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളീൻ്റെ തൊലിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മുട്ടത്തോട് നമ്മൾ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ നന്നായിട്ട് തൈകൾ പൊട്ടും ചെയ്യും കേട്ടോ. നല്ലതുപോലെ ചെടീൻ്റെ ആ വിളർച്ച മാറാൻ നല്ലതുപോലെ സഹായിക്കും. അപ്പം ഇത് അഗ്ലോണിമ ചെടിക്കൊക്കെ ഇതുപോലെ മുട്ടത്തോടിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമയിലൊക്കെ ധാരാളം തൈകൾ വരും ചെയ്യും. ഇലയ്ക്കൊക്കെ നല്ല കളറ് കിട്ടാനൊക്കെ സഹായിക്കും. ഞാനിത് സ്ഥിരം കൊടുക്കുന്ന ഒരു പോട്ട് മിക്സ് ആണ് കേട്ടോ. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ബൊഗൈൻവില്ലേ അല്ലെങ്കിൽ ഏത് ചെടി നടുമ്പോഴും കൊടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, പലരും ഇനി ഇങ്ങനെ ചോദിക്കും അത് നടുമ്പോൾ പറ്റുമോ ഇത് നടുമ്പോൾ പറ്റുമോ എന്നൊക്കെ. ഏത് ചെടിക്കും കൊടുക്കാൻ പറ്റുന്ന പോട്ട് മിക്സ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഉള്ളീൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്ത് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈച്ചയും പ്രാണികളൊന്നും വരില്ല. പലരും ഇങ്ങനെ ഉള്ളിത്തോടൊക്കെ ചെടീൻ്റെ ചോട്ടിലിട്ട് കൊടുക്കും, പക്ഷെ മണ്ണിട്ട് കൊടുക്കില്ല അല്ലേ. പക്ഷെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിതാ ഇതേപോലത്തെ ഒരു അലോവേര ചെടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊക്കെ തൈ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറിച്ച് ചെറിയ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലും വീണ്ടും തൈ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ നട്ടിട്ട് ഒത്തിരി ആയില്ലേ, കണ്ടോ 2 തൈ വന്നിട്ടുണ്ട്. അപ്പം അതേപോലെ എൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിൽ കുഞ്ഞ് തൈ കേട്ടോ, ഒത്തിരി കാണുന്നൊന്നുമില്ല, ചെറിയൊരു തൈയും കൂടി ഉണ്ട്. അപ്പം അത് എന്തായാലും ഞാനതൊന്നും പറിച്ചെടുക്കുന്നില്ല കേട്ടോ. അതൊക്കെ എന്തായാലും ഇതിലേക്ക് നട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ സെൻറ്ററിലൊരു ചെറിയ കുഞ്ഞ് ഹോൾ ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കുഴി എടുത്തിട്ട് നമുക്കിതൊന്ന് നട്ട് വെക്കാം. അപ്പം ഇത് പറഞ്ഞാൽ വളഞ്ഞോ തിരിഞ്ഞോ ഒന്നും അല്ല നിൽക്കുന്നത്. ഓവറായിട്ട് വേര് അടിവശത്തേക്ക് ഉണ്ടെങ്കിൽ കുറച്ചാണ് പൊട്ടിച്ച് കളയാം കേട്ടോ. അത് വിചാരിച്ച് അലോവേര പിടിക്കാതിരിക്കുകയോ ചീഞ്ഞു പോവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നന്നായിട്ട് ഒന്ന് ഇതേപോലെ നമുക്ക് ഈ ഒരു ചെടിക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നട്ട് വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. ഇങ്ങനെ നിൽക്കണം, എന്നാലാണ് കാണുമ്പോഴും ഭംഗി ചട്ടിയിൽ. അപ്പം ഞാനിതാ ഇലേൻ്റെ ഭാഗത്തേക്കൊന്നും മണ്ണാവാതെ ഇതുപോലെ മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നനച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അലോവേര ചെടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ നട്ട ദിവസം നിങ്ങൾ വെള്ളം
നനച്ചു കൊടുക്കും വേണം. ഇന്നിപ്പോൾ നനച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഒരു 3-4 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. കണ്ടോ, ചട്ടിക്ക് ഭാരമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അലോവേര ചെടി വെച്ചു കൊടുക്കേണ്ടത് ഒരിക്കലും പൊരി വെയിലത്തല്ല, നല്ല തണൽ, എന്നാൽ ഓവർ തണലും പാടില്ല, ചെറുതായിട്ട് കേട്ടോ. നമ്മുടെ ആന്തോറി ചെടിയൊക്കെ വെക്കുന്ന പോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നാൽ അതിനാവശ്യത്തിനുള്ള സൺലൈറ്റ് ലഭിക്കും ചെയ്യും. അതിൻ്റെ വളർച്ചയ്ക്കൊന്നും യാതൊരു പ്രശ്നം വരില്ല. അപ്പം നല്ല വെയിലത്ത് വെച്ച് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇലകൾ മഞ്ഞച്ച് പോവാനും അതിന് ഒരു മുരടിപ്പ് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് മാറ്റിയിട്ട് നല്ല തണലുള്ള, ഓവർ തണലില്ലാത്ത നല്ലൊരു ഭാഗത്തേക്ക് മാറ്റി നടുക. പിന്നെ അലോവേരേൻ്റെ ചോട്ടിലുണ്ടാവുന്ന സമയത്ത് കുറച്ചൊന്ന് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റി മാറ്റി ചട്ടികളിലേക്ക് മാറ്റി നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മദർ പ്ലാന്റ് നല്ല രീതിയിൽ വളരാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര നടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വളർത്താൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.